വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നടപ്പിലാക്കേണ്ട അജണ്ട തയ്യാറാക്കുമ്പോൾ NCPയിൽ വലിയ സ്ഥാനം വഹിക്കുന്ന പലർക്കും മന്ത്രിക്കസേര നഷ്ടമാകും എന്നാണ് വിലയിരുത്തൽ. NCP ശരത് പവാർ വിഭാഗം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാതല ശില്പശാലയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലാണ് പുതിയ തിരുത്തലുകൾ ഉള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വീണ്ടും സ്ഥാനാർത്ഥിയായി പരിഗണിക്കരുത് എന്നാണ് പ്രമേയത്തിലെ പ്രധാന ആവശ്യം. യുവതലമുറയ്ക്ക് അവസരം നൽകുകയാണ് ലക്ഷ്യം എന്നതാണ് പ്രമേയത്തിൽ പറയുന്നതെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ മാനദണ്ഡം ബാധകമാണെന്നതാണ് പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ അഭിപ്രായമുയർന്നത്. അതുകൊണ്ട് മന്ത്രി AK ശശീന്ദ്രനെ അടക്കം ലക്ഷ്യം വെച്ചുള്ളതാണ് അദ്ദേഹത്തിന്റെ ജില്ലയിൽ നടന്ന ജില്ലാ കമ്മിറ്റിയിൽ നടന്ന പ്രമേയത്തിൽ നിന്നുള്ള സൂചന. ശശീന്ദ്രൻ 8 തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും 6 തവണ MLA ആവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തുടർച്ചയായി മത്സരിക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിലെ പല കോണുകളിൽ നിന്നും വിമർശനവുമുണ്ട്. നിയമസഭയിലും പുതിയ തലമുറ വരട്ടെ എന്നാണ് ചർച്ചയിൽ പങ്കെടുത്തവർ പോലും അഭിപ്രായപ്പെടുന്നത്. പ്രമേയമാകട്ടെ എതിർപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതെ ശില്പശാല പാസ്സാക്കുകയും ചെയ്തു. ഈ ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിൽ ഉന്നയിക്കുകയും ചെയ്യും. മന്ത്രി ശശീന്ദ്രനാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹം എത്തിയതുമില്ല. സംസ്ഥാന സെക്രട്ടറി P സുധാകരനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ചർച്ചകൾ ഏകോപിപ്പിച്ച് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി M ആലിക്കോയും ചടങ്ങിൽ പങ്കെടുത്ത സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് ബാബു വിയോജിപ്പുകൾ ഒന്നും തന്നെ പ്രകടിപ്പിച്ചതുമില്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായി AK ശശീന്ദ്രനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നില്ല എന്നതാണ് പ്രധാന വിമർശനം. NCPയെ എല്ലാ തരത്തിലും താഴ്ത്തിക്കെട്ടാനാണ് ശശീന്ദ്രൻ ശ്രമിക്കുന്നതെന്നും വിമർശനം പല ദിക്കുകളിൽ നിന്നും നിറഞ്ഞിരുന്നു. NCPക്ക് വിരുദ്ധമായ പല പ്രവർത്തനങ്ങളും ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പാർട്ടിയെയും പാർട്ടി നിലപാടുകളെയും ഇകഴ്ത്തി കാണിക്കാൻ ശശീന്ദ്രന്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. വാർത്താ സമ്മേളനങ്ങളിൽ പോലും പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല കുറച്ചു നാളുകളായി NCPയിൽ 2 തട്ടുകളുള്ള സാഹചര്യത്തിൽ പ്രമേയത്തിന്മേൽ ഇനിയും വലിയ ചർച്ചകൾക്ക് വഴിതെളിയിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശശീന്ദ്രൻ ഇനി വിശ്വാസത്തിലെടുക്കാനോ പാർട്ടി മത്സരിപ്പിക്കാനോ തയ്യാറാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയും ശശീന്ദ്രനെതിരെ നിൽക്കാനാണ് സാധ്യത. എന്നാൽ ശശീന്ദ്രനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ നീക്കമെന്നും ചർച്ചകൾ ഉയർന്നിരുന്നു. അതേസമയം തന്നെ AK ശശീന്ദ്രനെ മാറ്റി നിർത്തി കയ്യിലുള്ള സീറ്റ് വിട്ടുകളയണോ എന്ന ചോദ്യവും പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഭാഗത്തു നിന്നും ഉയരുന്നുമുണ്ട്.